പശ്ചിമ ബംഗാളിൽ നിന്നും മറ്റൊരു വാർത്തയുടെ അപ്ഡേറ്റുകൾ വരുന്നു. അവിടെ തൃണമൂൽ കോൺഗ്രസിലെ കടുത്ത ഭിന്നതയ്ക്കിടെ മമതാ ബാനർജിയെ വെല്ലുവിളിച്ച് വിമതാംഗം ഋതപ്രത ബാനർജി നിയമസഭയിൽ എത്തിയിരിക്കുന്നു. ഭൂരിഭാഗം MLA-മാരുടെയും പിന്തുണ തനിക്കുണ്ട് എന്ന് സ്പീക്കറെ അറിയിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഋതപ്രത ബാനർജിക്ക് 50ഓളം MLA-മാരുടെ പിന്തുണയുണ്ട് എന്നാണ് വിവരം. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. അച്യുതൻ, പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ വിമത MLA-മാരുടെ ഒരു വൻ നീക്കം നടക്കുന്നു എന്നുള്ളതാണ്. TMC പിളർപ്പിലേക്ക് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നുണ്ടോ? എന്താണ് ഈ വിമത MLA-മാരുടെ നീക്കം? ഒപ്പം ഋതപ്രത ബാനർജി എന്ത് നീക്കത്തിനുള്ള പുറപ്പാടിലാണ്? പ്രജിൻ, വലിയ രാഷ്ട്രീയ നീക്കം തന്നെയാണ് ബംഗാളിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്കുണ്ടായ തരത്തിലൊരു പിളർപ്പ് അത് TMCക്ക് ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിൽ പ്രധാനമായിട്ടും പാർട്ടി പുറത്താക്കിയ ഋതപ്രത ബാനർജി, അദ്ദേഹം പ്രതിപക്ഷ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്കാനുള്ള ചില ശ്രമങ്ങൾ വിമത MLA-മാർ അത്തരമൊരു നീക്കങ്ങൾ നടത്തുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതിൽ 50-ലധികം വിമത MLA-മാരുടെ പിന്തുണ ഋതപ്രത ബാനർജിക്കുണ്ട് എന്നതാണ് ഉയരുന്ന അവകാശവാദം. അങ്ങനെ TMCയെ പിളർത്തി ഭൂരിഭാഗം MLA-മാരും ഒത്തുചേർന്നുകൊണ്ട് ഒരു ഔദ്യോഗിക TMC രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും സ്പീക്കറെ കണ്ട ഈ അവകാശവാദം ഉന്നയിച്ച ശേഷം തങ്ങളാണ് ഔദ്യോഗിക വിഭാഗം എന്ന കാര്യം സ്പീക്കറെ അറിയിക്കും. അത്തരം ചില രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് ഇപ്പോൾ കളം ഒരുങ്ങുന്നത്. എന്തായാലും ഈ MLA-മാരുടെ ഒപ്പ് തങ്ങൾക്കുണ്ട്, അത് ശേഖരിച്ചിട്ടുണ്ട് എന്നൊരു അവകാശവാദം കൂടി ചില വിമത നേതാക്കളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം TMC പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയും തെരഞ്ഞെടുത്തുകൊണ്ടുള്ള നിയമന കത്ത് അത് സ്പീക്കർക്ക് കൈമാറിയിരുന്നു. സ്പീക്കർ ഇതുവരെയും അതിലൊരു തീരുമാനമെടുത്തിട്ടില്ല. നിലവിൽ ആ വ്യാജ ഒപ്പ് ആരോപണത്തിൽ കേസ് നടക്കുന്നത് കൊണ്ട് ആണ് സ്പീക്കർ തീരുമാനം എടുക്കാത്തത് എന്നാണ് ഉയരുന്ന ഒരു വാദം. എന്നിരുന്നാലും സ്പീക്കർ തീരുമാനമെടുക്കാതെ അത്തരമൊരു അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ TMCയുടെ ഭാവി സംബന്ധിച്ചുള്ള ആശങ്കകൾ കൂടി ഉടലെടുക്കുന്നു. ഇന്നലെ മമതാ ബാനർജി നടത്തിയ റാലിയിൽ പങ്കെടുത്തത് 8 MLA-മാർ മാത്രമാണ്. 80 MLA-മാരാണ് TMCക്ക് ഉള്ളത്. അതിൽ 8 പേർ മാത്രമാണ് പങ്കെടുത്തത്. അപ്പോൾ ബാക്കി MLA-മാർ എവിടെ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്നാൽ TMCയുടെ നേതാക്കൾ പറയുന്നത് MLA-മാർ ആരും തന്നെ അവർ ഇത്തരമൊരു നീക്കം നടത്തുന്നില്ല, അവരിൽ പാർട്ടിക്കൊപ്പം ഉണ്ട് എന്ന് പറയുമ്പോഴും ഒരു വിമത നീക്കം അത് ഏത് സമയവും ഉണ്ടാകാം, അതൊരു പാർട്ടി പിളർപ്പിലേക്ക് നയിച്ചേക്കാം എന്നൊരു ആശങ്ക നേതാക്കൾക്കിടയിൽ നിലനിൽക്കുകയാണ്. അച്യുതൻ, നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഏറ്റ കനത്ത തിരിച്ചടി അത് ഒരു ഭാഗത്തുണ്ട്. അന്ന് തൊട്ട് പല രീതിയിലുള്ള ശ്രമങ്ങൾ മമതാ ബാനർജി നടത്തുന്നുമുണ്ട്, തിരികെ വരാനുള്ള ശ്രമങ്ങൾ. പക്ഷേ എവിടെ വെച്ചാണ് ഇങ്ങനൊരു വിമത നീക്കം TMCക്കകത്ത് ശക്തമാകുന്നത്? എന്താണ് അത്തരത്തിൽ നീങ്ങാൻ ഈ വിമത MLA-മാർക്ക് പ്രേരണയായത്? പാർട്ടിയുടെ നേതൃത്വവുമായി, അതായത് മമതാ ബാനർജിയുമായി പല നേതാക്കൾക്കും അകൽച്ചയുണ്ട് എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തതിലടക്കം പല MLA-മാർക്കും എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ആ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക്, അതായത് പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തുകൊണ്ട് TMC ഒരു നീക്കം നടത്തിയത്. അപ്പോൾ അവിടെ ഭൂരിപക്ഷം MLA-മാരുടെയും തീരുമാനം അവഗണിക്കപ്പെട്ടു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതാണ് ഈ ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു നിശബ്ദ പോരാട്ടത്തിലേക്ക് വഴിവെച്ചത്. അതിനെ തുടർന്നാണ് ഋതപ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം ഇപ്പോൾ വിമത MLA-മാർ നടത്തുന്നതായി പുറത്തു വരുന്നത്. ഇതിൽ നേരത്തെ തന്നെ BJP ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ വിമർശനം, സുവേന്ദു അധികാരി TMCയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം പല കാര്യങ്ങളിലോട് അദ്ദേഹം ഉന്നയിച്ച അഭിപ്രായങ്ങളോട് പാർട്ടി എതിർപ്പറിയിക്കുകയും തുടർന്നാണ് സുവേന്ദു പോലും അത് വിട്ട് പാർട്ടി വിട്ട് TMC വിട്ട് പുറത്തു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ പല നേതാക്കളുടെയും അഭിപ്രായം മുഖവിലേക്ക് എടുക്കാത്ത ഒരു നേതൃത്വമാണ് പാർട്ടിക്കുള്ളത് എന്ന വിമർശനവും ഉയരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഭൂരിഭാഗം MLA-മാർ ഇത്തരമൊരു പാർട്ടിയെ പിളർത്താനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പ്രജിൻ, എന്തായാലും പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ രാഷ്ട്രീയ കുതിപ്പിന് ഒരു അവസാനമാകുമോ എന്ന ചോദ്യം ഉയരുകയാണ്. TMCയിൽ തൃണമൂൽ കോൺഗ്രസിൽ ഒരു ശക്തമായ വിമത നീക്കം നടക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.